അപ്പൊ നമ്മുടെ ബിഗ് ബോസ് താരം ബിഗ് ബോസ് കൊണ്ട് യൂട്യൂബിന് ഗുണമുണ്ടായി, യൂട്യൂബ് കൊണ്ട് ബിഗ് ബോസിന് ഗുണമുണ്ടായി. ആക്ച്വലി ബിഗ് ബോസ് കഴിഞ്ഞപ്പോ യൂട്യൂബ് ഒന്ന് താഴെ ചെയ്ത് അത് കയ്യിലിരിപ്പിന്റെയാ. അതെ, കയ്യിലിരിപ്പിന്റെ ആണോ? എന്ത് പറ്റി? അവര് നമ്മളെ കാണിക്കുന്ന രീതി വെച്ചിട്ടാണല്ലോ നാട്ടുകാർ കാണുക. അവിടുന്ന് കിട്ടിയത് കുറച്ച് കുറഞ്ഞു പോയെന്ന് ഓർത്ത് ഒട്ടും വിഷമിക്കണ്ട, ബാക്കി ഇവിടുന്ന് വാങ്ങും. ഇവിടെ ഞാൻ പറഞ്ഞ കാര്യം ഒരു പോയിന്റ് ആണ്. സന്തോഷ് പണ്ഡിറ്റ് എന്ന് പറഞ്ഞ വ്യക്തി സ്വന്തം ചാനലിൽ ഇരുന്ന് വീഡിയോ ഇടുന്നു. അങ്ങേക്കുള്ള കോർ ഓഡിയൻസ് ഒരു 1 ലക്ഷം മാത്രമാണ്. 10 ലക്ഷം. അതെ, 10 ലക്ഷം. ഓക്കെ, 10 ലക്ഷം. ഞാൻ ഈ 10 ലക്ഷത്തിന് 10 ലക്ഷത്തിന് മൂന്നാംകിട ചാനലിനേക്കാൾ സബ്സ്ക്രൈബേഴ്സ് എനിക്കുണ്ട്. ആരംഭത്തിൽ അപമാനം. Not സ്വന്തമായി കോമാളിത്തരം ഞാൻ പറയുന്നത് മൂന്നാംകിട ചാനലായിട്ട് മലയാളികളുടെ മുന്നിൽ വളർന്നു വന്ന ഒരു വ്യക്തി. ഇവരെ പോലത്തെ മൂന്നാംകിട ചാനലിനെ മറ്റുള്ളവർ വേണം. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. ഇവരെ പോലത്തെ ചാനലിന് പണം ഉണ്ടാക്കണമെങ്കിൽ അവന്റെ മോശവും അല്ലെങ്കിൽ അവന്റെ കോമാളിത്തരും അവളുടെ അഡൽട്ടും കാണിച്ച് അടിച്ചു മാറ്റിയിട്ടാണ് ഇവർ ചെയ്യുന്നത്. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. അങ്ങനെ ഞങ്ങൾ പണി നിർത്തുന്ന ദിവസം ഈ സന്തോഷ് പണ്ഡിറ്റും വീട്ടിലിരിക്കും. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാ. സന്തോഷ് പണ്ഡിറ്റിന്റെ പൈസ ഉണ്ടാക്കാൻ ഇതേപോലത്തെ മറ്റവൻ വേണ്ട, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഈ മറ്റവന്റെ എന്റെ നാറിയ വായ തുറപ്പിച്ചത് നീ തന്നെയാ. ഇനി നിന്നെ കുറച്ച് നാറ്റിച്ചിട്ട് ഞാനത് അടയ്ക്കുന്നുള്ളൂ. സ്വന്തമായ മ്യൂസിക് ആയാലും ഇത് ചെയ്ത് അത് കൃത്യമായി എന്റെ നോക്കി അറിയാൻ പറ്റും. 57 ലക്ഷം ആളുകളും ഇതൊക്കെ വരുന്നുണ്ട്. എന്നെ ഈ യൂട്യൂബ് ചാനലുകാർ വിളിച്ചില്ലെങ്കിലും ഇല്ലെങ്കിലും സന്തോഷ് പണ്ഡിറ്റ് നിലനിൽക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവൻ ഇല്ലെങ്കിൽ ഇവർ വട്ടപൂജ്യമാണ്. ഇവർ മൂന്നാംകിട ചാനൽ മാത്രമാണ്. തൊഴിൽ രഹിതരെ ആക്കല്ലേ ചാനൽ എന്നൊക്കെ പ്രയോഗിച്ചു. ഇത്ര നേരം ആ മനുഷ്യൻ അവിടെ ഇരുന്ന് പറഞ്ഞ എന്താ, ഇയാൾ ഭയങ്കര സാത്വികനാണ്, ആരെയും കുറ്റം പറഞ്ഞിട്ടില്ല, അയാളെ ചാനലിലൂടെ അയാളെ കാര്യം മാത്രമേ ഉള്ളൂ. ഈ ഒരു 24x7 വലിയൊരു സാറ്റലൈറ്റ് ചാനൽ വന്നു. ഗുണം വലിയൊരു സാറ്റലൈറ്റ് പേര് പോട്ടെ.